മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ഷീല മാം ആണ്. മാം പാരന്റ് ആൻഡ് സ്റ്റുഡന്റ് കൗൺസിലർ ആണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യാണ്. മാം സ്റ്റാർട്ട് ചെയ്യാം. മ്യൂട്ടാ. ഹലോ. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ. ഗുഡ് മോർണിംഗ്. താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് വിംബിൾ അക്കാഡമിയോടും മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോടും നന്ദി പറയുന്നുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിൽ കാണാൻ സാധിക്കുമോ? ഒരു വ്യക്തിയെ. മനസ്സിൽ കണ്ടോ? യെസ്. കണ്ടല്ലോ. യെസ്. യെസ്. ഇനി എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതെന്നൊന്ന് അനലൈസ് ചെയ്തേ. ചെയ്തോ? യെസ്. യെസ്. ആരെങ്കിലും 2-3 പേരൊന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ കണ്ടത് എൻ്റെ മകളെയാണ്. അവളുടെ ദൈവം തന്ന ദാനമാണല്ലോ. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ടും അതൊക്കെയാണ് റീസൺസ്. ഓക്കെ. വേറൊരാള്? ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയാണ് കണ്ടത്. ലവബിൾ, കെയർ മീ ആൻഡ് എംപതി ടു മീ, പ്രൊട്ടക്റ്റഡ്. ഓക്കെ. നമ്മള് ഹസ്ബൻഡ്, മക്കള്, നമ്മുടെ ഫാമിലിയിലുള്ളവരെയാണ് നമ്മൾ കണ്ടത്. നമുക്ക് നമ്മുടെ ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രശസ്തി ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വ്യക്തിയെ ഒന്ന് കാണാൻ പറ്റുമോ? മദർ തെരേസ. മദർ തെരേസ. എന്തുകൊണ്ടാണ് നമ്മൾ മദർ തെരേസയെ ഇഷ്ടപ്പെടുന്നത്? മദർ തെരേസ ഹ്യൂമിലിറ്റി ഉള്ള ഒരാളായിരുന്നു. അതുപോലെ സമൂഹത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം അതിനുവേണ്ടി പ്രയത്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ശരി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മള് ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ എന്തെങ്കിലും ഒരു നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കും. ആണോ? അവരിൽ ഒരു നല്ല ശീലങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് നല്ല ശീലങ്ങൾ ഇല്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരു കുറച്ചുകൂടെ വിശാലമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ നെറുകയിലൊക്കെ എത്തിയിരിക്കുന്ന നമ്മുടെ ഓരോ വ്യക്തികളും അവർക്കുള്ള നല്ല ശീലങ്ങൾ അവര് വളർത്തിയെടുത്തുകൊണ്ട് വരികയും അത് അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടുമാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. ആണോ അല്ലയോ? ശരിയാണോ? ശരിയാണ്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമുക്ക് സച്ചിനെ എടുക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ ക്രിക്കറ്റിന്റെ ഇതിഹാസ താരം എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നെന്നും പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെന്നും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അയാളുടെ ആ കഴിവ് എന്താണെന്ന് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി അയാളെ ആ ഒരു ശീലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു ശീലത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസിലേക്ക്
ഒരു ദിവസം പോലും മുടങ്ങാതെ കൊണ്ടുപോയത് കൊണ്ടാണ് നമുക്കിപ്പം നമ്മുടെ മനസ്സിൽ സച്ചിൻ നിൽക്കുന്നത്. ശരിയാണോ? ശരിയല്ലേ? അതെ അതെ ശരിയാ. അതെ. എന്ന് പറഞ്ഞ രീതിയിൽ നമ്മള് ഇപ്പം ലോകത്തിന്റെ നെറുകയിലൊന്നും ആയില്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ഹാബിറ്റ്സ് അല്ലെങ്കിൽ ശീലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ശീലങ്ങൾ രാവിലെ എസ്പെഷ്യലി നമ്മുടെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 4 എണീക്കുന്നവരുണ്ടാവാം, 4:30 ആകുമ്പോൾ എണീക്കുന്നവരുണ്ട്, 5, 5:30, 6, 6:30, 7 ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എസ്പെഷ്യലി ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4 മണി അല്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 ആകുമ്പോൾ എണീറ്റാൽ മാത്രമേ ഒരുവിധം ഒരു ജോലിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുള്ളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പം തെറ്റാവാം, ചിലപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ആശയമായിരിക്കും ഞാൻ പറഞ്ഞത്. എന്താണേലും നമ്മൾ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലും പറയും എനിക്കൊന്നും ചെയ്യാൻ ടൈമില്ല. ശരിയാണോ? അതെ അതെ നിങ്ങളോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ല അല്ലേ, എനിക്ക് വീട്ടുപണി ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം, പിന്നെ നമ്മുടെ കാര്യം ആര് ചെയ്യും? ഇതിനകത്ത് കൂടുതലും ആണുങ്ങളാണോ ലേഡീസ് ആണോ പുരുഷന്മാരാണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. കൂടുതലും ലേഡീസ് ആണ് തോന്നുന്നു. ലേഡീസ് ആണല്ലേ? ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ, സോറി. അപ്പം ശരിക്കും ഓഡിയൻസിനെയൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ, എങ്കിലും ഭൂരിപക്ഷം ലേഡീസ് ആണെന്ന് വിചാരിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ അതാണ് കാരണം, നമുക്ക് സമയമില്ല, നമുക്കൊന്നിനും സമയമില്ല. ഇനി നമുക്ക് വിജയിക്കണം അല്ലെങ്കിൽ എനിക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു ചില എക്സ്ട്രാ സമയം പുറകോട്ട് വയ്ക്കണം. ഒരു 4 മണിയാകുമ്പോഴോ 5 മണിയാകുമ്പോൾ അത് നമ്മുടെ ശാരീരിക സ്ഥിതി, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ മനസ്സ്, നമുക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു മാനസികാവസ്ഥ, ഇതെല്ലാം കണക്കിലെടുത്തേ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ ഇതുപോലെയൊക്കെയുള്ള നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ കയറി എനിക്ക് തോന്നുന്നു ഞാനൊരു 2018 മുതലാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു 5 മണിക്ക് എണീക്കാൻ തുടങ്ങിയെന്ന് പറയാം. തീർച്ചയായിട്ടും ആ ഒരു 5 മണിക്ക് എണീക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മളത് റുട്ടീനായിട്ട് തന്നെ നമ്മളതങ്ങ് എണീറ്റ് പോകും, ഇത്രയും വർഷമായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ചെയ്യാനുള്ള സംഗതികൾ ഞാൻ പഠിച്ചത് എനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെതായ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കും എന്താണ് നല്ല ഹാബിറ്റ്സ്, നമുക്ക് മുമ്പോട്ട് ജീവിതത്തിന്റെ വിജയത്തിലേക്ക് വളരാൻ പറ്റിയ ഹാബിറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാലും ഒന്നുകൂടെ നമുക്ക് മനസ്സിലൊന്ന് കൂട്ടി ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ 5am ക്ലബിലുള്ള നമ്മുടെ റോബിൻ ശർമ്മയുടെ ആ ഒരു 6 പോയിന്റ്സും പറഞ്ഞ് അതിന്റെ ഒരു ഇലാബറേഷൻ തരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാമോ സേവേഴ്സ് കൾച്ചർ? അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് പറയുമോ? സേവേഴ്സ് അറിയാവുന്നവരുണ്ടോ? Silent prayer, യെസ്. affirmation, visualization, exercise, reading, scribing. ഓക്കെ. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണോ? ഇത് നേരത്തെ ഇവിടെ ഒരു സെഷൻ എടുത്തിരുന്നു, അപ്പൊ അതുകൊണ്ട് എടുത്തതാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അപ്പം ജസ്റ്റ് പറഞ്ഞിട്ട് എന്നാൽ നമ്മൾ ഈ ശീലം എടുത്തിരുന്നു, ശരി, ഓക്കെ. നമുക്കിത് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? യെസ്, ഉണ്ട്. ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാരും എഴുതുന്നുണ്ടോ രാവിലെ? അഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നുണ്ടോ, അല്ലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതേ ഉള്ളോ? ഞാൻ അഫർമേഷൻസ് പറയുകയാണ് ചെയ്യുന്നത്, എഴുതുമല്ല. എഴുതുന്ന ശീലമുള്ളവരുണ്ടോ? ചിലപ്പോൾ എഴുതാറുണ്ട്, ചിലപ്പോൾ മനസ്സിൽ പറയും.
അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു 3 പോയിന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇന്ന് തൊട്ടൊന്ന് എഴുതാനും കൂടി ഒന്ന് ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ വ്യത്യാസം ഒത്തിരിയും അറിയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ജസ്റ്റ് പറഞ്ഞിട്ട് എങ്ങനെയാ നല്ല ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റി എന്നാലും ഞാൻ കൂടുതൽ ഒന്ന് ജസ്റ്റ് പറയാം. ഇപ്പം ഇതിനകത്ത് സൈലൻസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ഒരു 5 മിനിറ്റ് ബെഡിൽ തന്നെ സൈലന്റ് ആയിട്ട് ഇരുന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ അഫർമേഷൻസ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒന്നുകൂടി ഒന്ന് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഡേയിലെ ആക്ടിവിറ്റീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കും. ചിലപ്പം മിക്കവാറും ലേഡീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇന്നത്തെ അടുക്കളയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പല പല ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ ചിന്തകൾ, ഇവയൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആ രാവിലത്തെ ആ ഒരു 5 മിനിറ്റ് നമ്മൾ ആ ഒരു നല്ല കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മുടെ പ്രപഞ്ച ശക്തിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ശ്വാസമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് കാമാൻ ക്വയറ്റ് ആയിട്ട് എണീറ്റ് വരാനുള്ള ഒരു ടൈമാണ്, നമ്മുടെ മനസ്സിനെ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈമാണ് ശരിക്കും നമ്മൾ സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പം പ്രെയർ ആവാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പറയുന്നതാണ് അഫർമേഷൻസ് തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ട്. ആ പറയുന്നത് നമ്മളൊന്ന് എഴുതുകയും കൂടെ ആണെങ്കിൽ ഇത്തിരി കൂടി നമുക്കൊരു നമ്മുടെ മൈൻഡുമായിട്ട് കൂട്ടി ഉറപ്പിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. നമുക്ക് എന്താണോ ആവശ്യമുള്ളതെന്നാൽ നമ്മളത് അഫർമേഷൻസ് ആയിട്ട് നമ്മൾ ഏത് ഏരിയയിലാണോ വീക്ക് ആയിട്ടുള്ളത് ആ വീക്ക് ഏരിയയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കിത് സാധിക്കും എന്നുള്ള രീതിയിൽ, എനിക്കിപ്പോ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റും, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കേപ്പബിൾ, ഐ ആം എന്താണ് മില്യനെയർ ബിസിനസ് മാൻ അല്ലെങ്കിൽ വുമൺ, എങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അഫർമേഷൻസിനകത്ത് വിഷ്വലൈസേഷൻ നിങ്ങൾക്കറിയാം, കാരണം വിഷ്വലൈസേഷൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം വളരെ തീവ്രമായിട്ട് ആ ഇമോഷൻസോട് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യാവുള്ളൂ, എന്നാൽ മാത്രമേ നമുക്കത് ലഭിക്കൂ. ഈ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ലഭിക്കണമെന്നില്ല, തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ആക്ഷനും കൂടെ എടുക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലേക്ക് നേടാനുള്ള വഴികൾ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ച്, നമുക്ക് അറിയത്തില്ല, കാരണം നമുക്കതിന് നല്ല ക്ലാരിറ്റി വേണം. നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിഷ്വലൈസേഷൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ഈ അക്കാഡമിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മൾ വേറെ മെന്റേഴ്സിന്റെ അടുത്തിൽ നിന്നും അഡ്വൈസ് എടുത്ത് അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്താൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ആക്ഷൻ എടുക്കാൻ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആക്ഷൻ എടുക്കുന്നത്, മുന്നോട്ട് പോകുന്നത്? ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റായി പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിഷ്വലൈസേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്ക് ഇന്നത് വേണം എന്ന് നമ്മൾ കണ്ണുമടച്ചിരുന്ന് കണ്ടാൽ ആരും നമുക്ക് കൊണ്ടുവന്ന് തരത്തില്ല. നമ്മൾ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഗുണം കിട്ടത്തുള്ളൂ എന്നാണ് വിഷ്വലൈസേഷനിൽ പറയാനുള്ളത്. പിന്നെ എക്സർസൈസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളൊക്കെ ഒരു 15 മിനിറ്റ് എങ്കിലും നടക്കുകയോ യോഗ ചെയ്യുകയോ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുകയോ, അല്ലെങ്കിൽ എക്സർസൈസ് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് എനിക്ക് ടൈമില്ല, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പോകാനുള്ള സ്ഥലമില്ല. ശരിയാണ്, നമ്മളിപ്പം എന്താണ് അർബൻ ഏരിയയിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പം ഭയങ്കര പാടായിരിക്കും നടക്കാൻ പോകാനൊക്കെ. ചിലർക്ക് ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ കാണും. നമുക്കിപ്പം റോഡിലൂടെ ആണെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഈ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളും ഒക്കെ രാവിലെയൊക്കെ ആണെങ്കിൽ പോലും കൂടെ ട്രാഫിക് കുറവാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കാണും, റോഡ് ചെറുതൊക്കെ ആണെങ്കിൽ. അപ്പം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ മുറിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നടക്കാൻ സാധിക്കും. എനിക്ക് എക്സർസൈസ് ചെയ്യാൻ സ്ഥലമില്ല എന്നും പറഞ്ഞ് നമ്മൾ അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. പിന്നെ തന്നെയുമല്ല, ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ എക്സർസൈസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ വീട്ടില് ഒരു NCD
നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമ്മുടെ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ആൾക്കാർ തന്നെ നമ്മൾ ചുരുക്കമാണ്. അപ്പം ഇവയൊക്കെ ഇല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഊഷ്മളതയോട് കൂടി നമ്മുടെ ഒരു ദിവസം തുടങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, ഇനി വേണ്ട ഒരു 5 മിനിറ്റ് ആണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു മൈൻഡ്ഫുൾ ആയിട്ട് എക്സർസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി എനിക്കല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസോ കൊളസ്ട്രോളോ ഹൈപ്പർ ടെൻഷനോ ഇവയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എനർജി കിട്ടുന്നതിനും മെന്റൽ എനർജി കിട്ടുന്നതിനും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഒക്കെ നമുക്ക് എക്സർസൈസ് ധാരാളം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ എക്സർസൈസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനിയുള്ള കാലങ്ങളിൽ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുവട്ടമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ ചിലപ്പോൾ മുട്ടുവേദനയാണ്, അല്ലെങ്കിൽ കാലിന് വേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ പേരൻസ് പ്രായമായവരൊക്കെ പറഞ്ഞ് അവരവിടെ തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സാധിക്കുവാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അവരുടെ ശരിക്കും ആയുസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറുള്ള കോംപ്ലിക്കേഷൻസ് ഈ എക്സർസൈസ് ചെയ്യാത്തത് അല്ലെങ്കിൽ നടക്കാത്തതിൽ നിന്ന് അവർക്കുണ്ടാകുന്നുണ്ട്. ശരിയാണോ? അതെ, ശരിയാ കേൾക്കാമോ? ശരിയാ ശരിയാ. അല്ലേ? അതെ അതെ. കാരണം അവരൊന്നും വേണ്ട, അവര് മുറിക്കകത്താണെങ്കിൽ പോലും കൂടി ഒരു 2-3 സ്റ്റെപ്പ് വെച്ചാൽ അതിൻ്റെതായ ഒരു മൊറയിൽ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ പേരൻസ് ഉണ്ടെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ അവരോട് ശരിക്കും നമ്മൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചുകൂടി ഒരു മാറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ അനുഭവം, 2 പേരിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം അവരുടെ കാലൊന്നും വയ്യാതെ ഈ പറഞ്ഞതുപോലെ ഈവൻ ഒരു 2 മാസം മുമ്പ് ഇവൻ 2 കാലും മുറിച്ച് കളയേണ്ട അവസ്ഥ വരെയൊക്കെ ഉണ്ടായി. ഡയബറ്റിക് ഫുഡൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി ആ 2 കാലും മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ അവര് ഒരു മാസം മുമ്പ് മരണപ്പെട്ടത്. അപ്പം അതിനൊക്കെ പുറകിലേക്ക് നോക്കുവാണെങ്കിൽ ഇവരൊക്കെ നടക്കാതെ ഇരിക്കുന്ന ആൾക്കാരാ. നമുക്കറിയാം, ഒരു ബെഡ്റിഡനായിട്ട് ഒരു പേഷ്യന്റ് കിടന്നിട്ടുണ്ടെങ്കിൽ കാണാം അവരുടെ കാലൊക്കെ അല്ലെ കൺട്രാക്ചർ ഒക്കെ വന്ന് നമ്മുടെ അവയവം ഉപയോഗിക്കാതിരുന്നാൽ അത് കൺട്രാക്ചർ വന്ന് നമുക്ക് പിന്നെ അത് ചലനശേഷി ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൈയോ കാലോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പം അവയൊക്കെ മാറ്റിയെടുക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും എക്സർസൈസിന് ഒത്തിരിയും പ്രാധാന്യം കൊടുക്കണം. നമ്മളൊരു 10 മിനിറ്റ് ആണേലും മതി. നമ്മളത് ഡെയിലി ഒന്ന് ചെയ്യാനുള്ള ശീലം എല്ലാവർക്കും ഉണ്ട് എങ്കിൽ പോലും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു അല്ലെങ്കിൽ ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. പിന്നെ അടുത്ത കാര്യമാണ് റീഡിങ്. റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആകുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്, നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കാത്തത്. അപ്പം എന്തിനെ പറ്റിയാണോ നമുക്ക് അറിയേണ്ടത് നമുക്ക് അതിനെപ്പറ്റി റീഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ റീഡിങ്ങിന് ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും, നമുക്ക് നല്ല കൂടുതൽ അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, നമുക്ക് നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് കൂടുതൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മുടെ മൈൻഡിനെ തന്നെ നമുക്ക് കാമാക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങൾ നമ്മുടെ റീഡിങ് കൊണ്ടുണ്ട്. അപ്പം നമ്മൾ ഈ റീഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല കുറച്ച് ടെക്സ്റ്റുകൾ വായിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. നമ്മുടെ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റും ഹൗ ക്യാൻ വിന്ന്, അങ്ങനെ 5 AM ക്ലബിന്റെ റോബിൻ ശർമ്മയുടെ ബുക്ക്, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നമ്മൾ, ശിവരേഖയുടെ ബുക്ക്, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ നമ്മൾ കൂടുതൽ സീക്രട്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വായിക്കേണ്ട, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലുള്ളവർ വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് ദ സീക്രട്ട്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വായിച്ചിട്ടുണ്ട്. ആ ബുക്ക് ഒത്തിരി നമുക്ക് നല്ലതാണ്. നമ്മൾ അത് എത്ര വായിച്ചാലും നമുക്ക്
പിന്നെയും പിന്നെയും നമുക്ക് വായിക്കാൻ തോന്നും. അതുപോലെ തന്നെ ആ ബുക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രയാസമാണുള്ളത്, നമ്മളല്ലെങ്കിൽ വിഷമിച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ ആ കാര്യം ഓർത്ത് നമ്മൾ ആ ബുക്കൊന്ന് തുറന്നേ, നമ്മുടെ ഖുറാനോ അല്ലെങ്കിൽ ബൈബിളോ ഗീത ഇതൊക്കെ തുറക്കുന്ന മാതിരിയുള്ള ഒരു ബൈബിൾ പോലെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സീക്രട്ട് എന്നുള്ള ബുക്ക്. നിങ്ങളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ എടുക്കുന്ന ആ പേജിൽ ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബുക്ക് വായിച്ചു, അതിന് നല്ല ബുക്കാന്നറിയാം. ഞാൻ യൂഷ്വലി ബൈബിളാ ഉപയോഗിക്കാറുള്ളത്. മാമിന്റെ അടുത്തുണ്ടോ ഇപ്പൊ ആ ബുക്ക്? എന്റെ കയ്യിലുണ്ട്. എന്റെ അടുത്തല്ല, എന്റെ ഇവിടെ വീട്ടിലുണ്ട്. അവിടെ ഉണ്ട്. വേറെ ആരുടെങ്കിലും കയ്യിൽ അടുത്തുണ്ടോ ബുക്ക്? ഉണ്ടോ? ഹലോ? ഇല്ല. ഓക്കെ, അത് മാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഒന്ന് നമുക്കറിയാം അതിന്റെ ആ വ്യത്യാസം അറിയാം. ശരിക്കും നമ്മൾ എന്താണ് ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള സൊല്യൂഷൻ ആ പേജിൽ ഉണ്ടായിരിക്കും മാം. അത്ര പക്ക ബുക്കാണ് ഈ പറഞ്ഞതുപോലെ സീക്രട്ട് എന്നുള്ള ബുക്ക്. പ്രത്യേകിച്ച് ഇതുപോലത്തെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലുള്ളവർ തീർച്ചയായിട്ടും ആ ബുക്ക് നമ്മളൊന്ന് വായിച്ചിരിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അല്ലാതെ ഉണ്ട് റീഡിങ്ങിന് ഒത്തിരി ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കാം. നമ്മുടെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതൽ നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് കൂടുതൽ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി 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 മെച്ചങ്ങളുണ്ട് നമ്മുടെ റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്നതാണ്? സ്ക്രൈബിംഗ് ആണ് ഞാൻ ഈ പറയുന്ന. നമ്മൾ സാധാരണ സ്ക്രൈബ് ചെയ്യുന്നത് ഈ സേവേഴ്സ് കൾച്ചറിൽ ഉള്ളതിൽ ഈ സ്ക്രൈബിങ്ങിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഡെയിലി ഒരു 3 എണ്ണം മതി. നമുക്ക് ഇപ്പം നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ള ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു 3 കാര്യങ്ങളോ എഴുതിയാൽ മതി. കൂടുതലൊന്നും നമ്മൾ എഴുതാൻ പോകണ്ട, ഒത്തിരി ടൈം ഒന്നും എടുക്കണ്ട. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്കും നമുക്ക് ഇന്നലെ ലഭിച്ചിട്ടുള്ള ഒരു 3 കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാൽ ഒത്തിരി നന്നായിരിക്കും. കാരണം ഈ നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. താങ്ക്സ് പറയുന്നത് അത് ചുമ്മാതെ പറയുന്നതും നമ്മുടെ മനസ്സിൽ തട്ടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുവാണെങ്കിലാണ് അതിനൊരു ശക്തി ഉണ്ടാവുള്ളൂ. അത് നമുക്കൊരു പോസിറ്റീവ് വൈബ് കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് കൂടുതൽ അബണ്ടൻസ് കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ മൈൻഡിന് ക്ലാരിറ്റി കുറവാണെങ്കിൽ, നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോപം ഉണ്ട്. നമുക്ക് വീട്ടിലുള്ളവരോട് ഭയങ്കര ദേഷ്യം, എനിക്ക് ഫാദർ ഇൻ ലോയോടോ അല്ലെങ്കിൽ മദർ ഇൻ ലോയോടോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളോടോ ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഒരു 10 ദിവസം ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാൽ മതി. നമ്മുടെ ഈ ദേഷ്യമൊക്കെ പമ്പ കിടക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. എത്രമാത്രം നമ്മൾ ശാന്തത നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഒരു 10 ദിവസം ഒന്ന് എഴുതുക. ആ ഒരു വ്യത്യാസം വരും. അത്ര പവർഫുൾ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം. ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നും അത് എഴുതണം. നമ്മൾ ഓരോ ദിവസവും എഴുതണം. ഇപ്പം ഇന്ന് രാവിലത്തേത് ഇതാ, ഞാൻ രാവിലത്തെ ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ എൻ്റെ അഫർമേഷൻസും എൻ്റെ ഓപ്പനയും ഫോർഗീവ്നെസ് ജേണലും ഞാൻ ഈ ബുക്കിനകത്ത് എഴുതി കഴിഞ്ഞു. രാവിലെ എണീറ്റിരുന്നിട്ട് മതി, ഒരു പേജ് എഴുതിയാൽ മതി. നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദിവസം നമുക്ക് വളരെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ 100% ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എല്ലാ നമ്മുടെ മതഗ്രന്ഥങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ അറിയാം. അപ്പം നമ്മൾ ഒന്ന് എഴുതി നോക്കിയാൽ നല്ലതാണ്. മടിയാണ് നമുക്കൊക്കെ എഴുതാൻ, പക്ഷെ നമ്മൾ അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്കത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ എഴുതുന്നതിനകത്ത് ഫോർഗീവ്നെസ്.
നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിലപ്പം ദേഷ്യപ്പെട്ട് മക്കളോട് പറയാം, ഭർത്താവിനോട് പറയാം, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം, നമ്മുടെ ഓഫീസിൽ പറയാം, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ചിലപ്പം നമ്മുടെ മൂഡ് അനുസരിച്ച് ദേഷ്യപ്പെടാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മളൊരു ഫൊർഗീവ്നെസ് ജേണൽ എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഭാരം കുറഞ്ഞു കിട്ടും. അതായത് നമ്മൾ മറ്റുള്ളവരോട് പക, വിദ്വേഷം ഇവയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാല് ഒരു കാരണവശാലും നമുക്കൊരു ഉയർച്ച ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. അതായത് അവിടെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാല് നമ്മളൊന്ന് നടന്നു പോവുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തലയിലോ അല്ലെങ്കിൽ തോളിലോ ഒരു ചാക്ക് പാറക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഭാരമുള്ള കമ്പി അങ്ങനെയുള്ള അനുധാരികളായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ചുമടിൽ വെച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നതെന്നൊന്ന് വിചാരിക്കും. ഒരു ചാക്ക് പാറക്കഷ്ണവും ഒരു ചാക്ക് കമ്പി ഉള്ള വെയിറ്റ് ഉള്ള സാധനവും വെച്ചുകൊണ്ട് നടക്കുന്നു. നമുക്ക് നേരെ നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ പകയും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ ജീവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഫൊർഗീവ്നെസ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ വിയറ്റ്നാം വാർ ഉണ്ടായിരുന്നപ്പം പണ്ട് ഒരു പെൺകുട്ടി ഒരു നേക്കഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഓർമ്മ വരുന്നുണ്ടല്ലോ, ഇല്ലേ? നമ്മൾ ഒരു പിക്ക് ഉണ്ടല്ലോ, ഒരു കുട്ടിയുടെ പിക്ക് ഇല്ലേ? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പൈലറ്റിനോട് ഭയങ്കര വെറുപ്പായിരുന്നു എന്നാ പറയുന്നത്. ആ വാർ നടന്ന സമയത്ത് ഇതൊക്കെ ഇട്ട സമയത്ത് ആ കുട്ടിക്ക് ആ പൈലറ്റിനോട് ഭയങ്കര വെറുപ്പ്. കുറെ കഴിഞ്ഞിട്ട് ഇവരിതെല്ലാം പഠിച്ചതിന് ശേഷമാണ് കേട്ടോ. പൈലറ്റിനോട് ഭയങ്കര വെറുപ്പായിരുന്നു. പിന്നെ ഇവര് ചെന്ന് ആ പൈലറ്റിനെ കാണുകയും അയാളോട് ക്ഷമ പറയുകയോ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആ കുട്ടിയുടെ വൂണ്ടൊക്കെ ഹീല് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം ആ കുട്ടി വലിയ ആളായി പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യുന്ന ഇതൊക്കെയുണ്ട്, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് അതിനെപ്പറ്റി. അപ്പം ഫൊർഗീവ്നെസ്സിന് അത്രമാത്രം ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി വിയറ്റ്നാം വാറിലേക്ക് ഒന്നും പോകണ്ട, നമ്മുടെ ജീവിതത്തിലാണേലും നമ്മളിപ്പം സൗന്ദര്യപ്പിണക്കങ്ങളിലൊക്കെ നമ്മുടെ മക്കളായിട്ടോ ഹസ്ബൻഡായിട്ടോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ ഒന്ന് ഇരുന്നെന്ന് വരാം. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് എന്തൊരു റിലീഫാ കിട്ടുന്നത്. ശരിയല്ലേ? എന്ന് പറഞ്ഞ രീതിയിൽ ഫൊർഗീവ്നെസ്സിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഫൊർഗീവ് ചെയ്യേണ്ടവരോട് നമ്മൾ ഫൊർഗീവ് തീർച്ചയായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ കല്ലുകൾ തല വെച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലുള്ള നടപ്പായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരാവശ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യുക. ഇനി ഇപ്പം ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മളിപ്പം പറഞ്ഞു, ഈ ശീലങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി കൊണ്ടുപോകാം എന്ന് ചോദിച്ചാൽ, നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ടെക്സ്റ്റ് പറയുന്നതാണ് ഹാബിറ്റ് സ്റ്റാക്കിങ്ങും അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കിങ്ങും. ഹാബിറ്റ് ട്രാക്കിംഗ് ഒന്നുമില്ല, ഇപ്പൊ ഈ സേവേഴ്സ് എന്നുള്ള 5 കൾച്ചർ നമ്മൾ എഴുതുന്നു. ഈ 5 കൾച്ചർ ഞാൻ എന്ത് ചെയ്തു, അത് നമ്മുടെ കലണ്ടറിൽ ഇത് അത്ര എഴുതിയിട്ടിട്ട് നമ്മൾ ടിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന വ്യക്തികളാണെങ്കിൽ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് ഇന്നത്തെ ദിവസം ഞാൻ എന്തെല്ലാം ചെയ്യണം, അതിനകത്ത് ഒത്തിരിയും കാര്യങ്ങൾ 10, 12, 20 കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. നമുക്ക് എന്താണ് അത്യാവശ്യം ഇന്നത്തെ ദിവസം ചെയ്യണമെന്നാൽ ആ കാര്യങ്ങൾ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ടു ഡു ലിസ്റ്റ് ആണെങ്കിലും നമ്മൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് വെട്ടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് എന്തൊരാശ്വാസമുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഹാബിറ്റ് ട്രാക്കിങ്ങിന് നമുക്ക് ഇതേമാതിരി കലണ്ടറിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഈ ഹാബിറ്റ് ട്രാക്കിങ്ങിൽ ആ ടെക്സ്റ്റ് പറയുന്ന ഒരു ഉദാഹരണം, പേര് ഞാൻ മറന്നുപോയി. ഒരു ബാങ്കിൽ, ഒരു കാനഡയിലെ വാൻകോവർ സ്റ്റേറ്റിൽ ബാങ്കിൽ ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ ജോലിക്ക് കയറി. അദ്ദേഹത്തിന് ആ ഏരിയയും ഫെമിലിയർ അല്ല. പിന്നെ 23 വയസ്സേ ഉള്ളൂ. അപ്പൊ അവനെ കൊണ്ട് ആ ജോലിയിൽ വലിയ അധികമൊന്നും ആ ബാങ്കുകാർ പ്രതീക്ഷിച്ചില്ല. ഇവനൊരു ടെലികോളർ ആയിരുന്നു. ആ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ വിളിക്കാനുള്ള ടെലികോളർ ജോലിയായിരുന്നു. അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അവന്റെ ജോലി തുടങ്ങുന്നത്
ഒരു 2 ജാർ അവന്റെ മേശപ്പുറത്തുണ്ടായിരിക്കും. ഈ 2 ജാറില് ഒരു ജാറിൽ ഒരു 120 പേപ്പർ ക്ലിപ്പ് കാണും. ഒരു ജാർ empty ജാറുമായിരിക്കും. അപ്പം ഈ പേപ്പർ ക്ലിപ്പുള്ള ഈ 120 പേപ്പർ ക്ലിപ്പും ഓരോ കോള് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഈ നിറഞ്ഞു നിൽക്കുന്ന ജാറിൽ നിന്ന് empty ജാറിലേക്ക് ഓരോ പേപ്പർ ക്ലിപ്പും എടുത്തിടും. അങ്ങനെ അവൻ ഡെയിലി 120 പേപ്പർ ക്ലിപ്പ് തീരുന്നത് വരെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് കോള് ചെയ്തു. 1 വർഷത്തോളം അവൻ അവിടെ ജോലി ചെയ്തു. ആ ബാങ്കിന് നല്ലൊരു വിജയം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ അവിടുന്ന് മാറിപ്പോയി. അതുപോലെ തന്നെ നമ്മൾ എക്സർസൈസ് ചെയ്യുമോ അല്ലെങ്കിൽ പുഷപ്പ് ഒക്കെ എടുക്കുമ്പോഴാണേലും ചിലർ കല്ലുകൾ യൂസ് ചെയ്യാറുണ്ട് എണ്ണാൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇതേമാതിരിയുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളൊരു ഹോട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ്, കാരണം ഈ 120 പേപ്പർ ക്ലിപ്പും മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ ആ വർക്കിന് പുരോഗതി ഉണ്ടാവുക ചെയ്യുന്നത്. പുരോഗതി ഉണ്ടാകുമ്പോഴത്തേക്കും എന്നാ ചെയ്യുന്നത്, നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകും. അതാണ് അതിന്റെ പുറകിലുള്ള സയൻസ് പറയുന്നത്. ശരിക്കും നമുക്ക് സൈക്കോളജിക്കലി ഒത്തിരി എഫേർട്ട് ഇടാതെ അല്ലെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം നമുക്ക് ആ ഒരു ഇതിൽ നിന്നും കിട്ടും എന്നുള്ളതാണ് ഏത് വർക്കിനാണെങ്കിലും. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമുക്കത് കാണാൻ പറ്റും, അത് ദൃശ്യമാണ്. പിന്നെ അത് നമ്മളെ ആകർഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളും ഇതുണ്ട്. പിന്നെ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ അതിനുശേഷം നമ്മളൊരു ഹോട്ടലോ എന്തെങ്കിലുമൊക്കെ നടത്തുവാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ മെച്ചപ്പെട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിക്കാരന്, നമ്മളൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ആ കുക്കിന്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പറയാവോ? നമ്മളൊരു ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരാ, എങ്ങനെ ചെയ്യാൻ പറ്റും? ആ കുക്കിനെ നമ്മൾ എങ്ങനെയാ അസസ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക്, എല്ലാവരും ഫുഡ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുള്ളി കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സമയത്ത് തന്നെ പിന്നെ നമുക്ക് എങ്ങനെ നമുക്കത് നമ്മുടെ അതൊന്ന്, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സമയം താമസമില്ലാതെ സമയത്തിന് തന്നെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. ആ ഹോട്ടലിൽ എത്ര പേര് വന്നു കയറി പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ അയാളുടെ കുക്കിംഗ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് കുറച്ചറിയാൻ പറ്റും, അല്ലേ? അപ്പം നമുക്ക് അയാൾ നല്ലതാണോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഹാബിറ്റ് ട്രാക്കിങ്ങില് നമുക്ക് ശരിക്കും അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്, അതിന്റെ ഗുണങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ശരിക്കും അതൊരു ദൃശ്യമായിട്ടുള്ള സംഗതിയാണ്. നമ്മളെ ആകർഷിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും സംതൃപ്തിയും കിട്ടും. നമുക്ക് ഏത് സംഗതിക്കും സംതൃപ്തി കിട്ടുമ്പോഴാണല്ലോ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഹാബിറ്റ് ട്രാക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കിങ്ങിന്റെ കൂടത്തിൽ തന്നെ അതിന് മുമ്പ് പറയുന്ന ഒരു സംഗതിയാണ് ഹാബിറ്റ് സ്റ്റാക്കിങ്. ട്രാക്കിങ്ങും സ്റ്റാക്കിങ്ങും, അതായത് നമ്മുടെ ഒരു പഴയ ശീലത്തിനോട് നമ്മളൊരു പുതിയ ശീലം കൂട്ടുവെക്കുക. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു. ആ കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ 5 മിനിറ്റ് ധ്യാനിക്കും. നമ്മുടെ മെഡിറ്റേഷൻ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് വന്ന് എൻ്റെ ഡ്രസ്സും ഓഫീസ് ഷൂസും മാറിയതിന് ശേഷം ഞാൻ മറ്റ് ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ എക്സർസൈസിനുള്ള ഡ്രസ്സ് ഇട്ട് ഞാൻ എക്സർസൈസ് ചെയ്യാൻ പോകും. ഒന്നൊന്നിനോട് കൂട്ടിച്ചേർക്കുന്നതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നുണ്ടോ, ചെയ്തത് നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് കലണ്ടറിലാക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ഡയറി എടുക്കാം. ആ രീതിയിലൊക്കെ നമുക്കത് കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ എനിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല, സാരമില്ല. പക്ഷെ 2-മത്തെ ദിവസം ഞാൻ ചെയ്യാതിരിക്കരുത്. 2-മത്തെ ദിവസം ചെയ്യാതിരുന്നു, 3-മത്തെ ദിവസം ചെയ്യാതിരുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റാതെയും വരും. ഏത് സംഗതിക്കും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഹാബിറ്റ് ട്രാക്കിങ്ങും അതുപോലെ തന്നെ ഹാബിറ്റ് സ്റ്റാക്കിങ്ങും കൂട്ടിച്ചേർത്തുകൊണ്ടും നമ്മുടെ ഈ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കുവാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കുവാണെങ്കിൽ, മൈൻഡ്ഫുൾ ആയിട്ട് ആക്ഷൻ എടുക്കുവാണെങ്കിൽ, മറ്റുള്ളവരുടെ യാതൊരു പ്രചോദനവും കൂടാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 6 കൾച്ചേഴ്സ് ഫോളോ ചെയ്താൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. നല്ല സെഷനായിരുന്നു, ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. കാരണം ഇത് നേരത്തെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും കേൾക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ആൾക്കാർക്ക് അതൊന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനും ഒക്കെ. ഈ സേവേഴ്സ് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അതിൽ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് ഐ റൈറ്റ് ഇറ്റ് എവറി ഡേ, ബട്ട് ഐ റൈറ്റ് ഇറ്റ് ബിഫോർ ഐ ഗോ ടു ബെഡ്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പേ അത് എഴുതാറുണ്ട്. അപ്പം ഈ ഹാബിറ്റ്സ് നല്ല നല്ല കാര്യം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ജസ്റ്റ് ലൈക്ക് യു സെഡ്, ഹാബിറ്റ് ട്രാക്കിങ്ങും ഹാബിറ്റ് സ്റ്റാക്കിങ്ങും അതും നല്ല കാര്യം തന്നെയാണ്. സോ ദാറ്റ് ആ കൺസിസ്റ്റന്റ് ആയിട്ടും മൈൻഡ്ഫുൾ ആയിട്ടും ഒക്കെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ റീച്ച് സക്സസ് എന്നുള്ളത് വളരെ നല്ലൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. സോ രാവിലെ തന്നെ എല്ലാവർക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ കൊടുത്തു. സോ താങ്ക് യു ഫോർ യുവർ എഫേർട്ട് ആൻഡ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു മാം, താങ്ക് യു. അതെ, എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇത്തിരി കോൺഫിഡന്റ് കുറഞ്ഞിരിക്കുന്നത് എന്നാ വെച്ചാൽ ഞാൻ ഓഫീസിൽ കണ്ണാടി വെച്ച് മറന്നുപോയി. അതുകൊണ്ട് കണ്ണാടി വീട്ടിലില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഞാൻ എടുത്തേനെ. കാരണം കണ്ണാടി ഇല്ലാതെ ഇച്ചിരി പാടാണ്. ഇന്നലെ ആ സാധനം മറന്നുപോയി. എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളതല്ലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തതാ. അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. യു കവേർഡ് എവറിത്തിങ്. നല്ല രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്തു. സോ യു കെൻ ബി ഹാബിറ്റ് ഹാപ്പി. സ്റ്റാക്കിങ്ങും ഹാബിറ്റ് ട്രാക്കിങ്ങും നമുക്ക് വേറൊരു ക്ലാസ്സിൽ എടുക്കാം. അത് നല്ല രീതിയിൽ തന്നെ ഞാൻ എടുത്തു തരാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ശില മാം. ഈ സേവേഴ്സ് സംഭവം അതിലുള്ളതെല്ലാം ചെയ്താൽ തന്നെ അടിപൊളിയായിരിക്കും അല്ലേ? അതെ, അത് മാത്രം ചെയ്താൽ മതിയാവും. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൂ. കുറച്ച് ടൈമെങ്കിലും ചെയ്യാൻ നോക്കാം. എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു. മാം പറഞ്ഞ പോലെ തന്നെ, സൂസൻ മാം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ആ സേവേഴ്സിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ മാം ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. നല്ല ഒരു സെഷൻ ആയിരുന്നു. പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തലായി. പിന്നെ മാഡത്തിന്റെ അവതരണ രീതി കൊണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായി. നല്ലൊരു ക്ലാസ് ആയി. എന്താ പറയാ, നമ്മളെ മനസ്സിലത് തറക്കുന്ന രീതിയിൽ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കറക്റ്റിന് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു അടിപൊളി സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. രാവിലെ തന്നെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു മാം പറഞ്ഞു കേട്ടപ്പോൾ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു പോസിറ്റിവിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം.
നല്ലൊരു സെഷൻ ആയിരുന്നു. സേവേഴ്സ് പലപ്പോഴും നമ്മൾ തുടങ്ങും, ചില സന്ദർഭങ്ങളിൽ അത് പകുതിക്ക് വിട്ട് പോവും. ആ ഒരു കൺസിസ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ് ഒന്നെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തി. മുന്നോട്ടുള്ള വിജയങ്ങളിലേക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മാമിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ മാം ചെയ്തിട്ടുള്ളത് കാണിച്ചു തന്നപ്പോൾ അതൊരു ഒരു കുറച്ചും കൂടി നമുക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു. ഡെയിലി അതിന് മാം സമയം കണ്ടെത്തി വർക്കിന്റെ ഇടയിലും അത് മാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതിലേക്കും കൂടി എത്താൻ പറ്റി. എന്തായാലും താങ്ക് യു മാം, നല്ലൊരു സെഷന്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ അഡ്മിൻ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം. എല്ലാവരും വൈൻഡപ്പ് ചെയ്യാം മാം. അതാ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതെ. അപ്പോൾ എല്ലാവരും നല്ല ഹാബിറ്റ്സ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വിഷിംഗ് എവറി വൺ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് എ വെരി ഗുഡ് ഡേ ഹെഡ്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you so much, sir.